കമലഹാസനെ കൂടെ ചെല്ലല്ലേ? താല്പര്യമില്ലല്ലോ. അയ്യോ, നമ്മളായിരുന്നു കമലഹാസൻ. വീട്ടില് വാവാന്ന് വിളിക്കാതെ ആ പാട്ടിട്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രാവ് എടുത്ത് തരണേ കോട്ടിന്റെ അടിയിൽ നിന്ന്. പ്രതാപോത്തൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ട് മാറിയതാണോ? പ്രതാപോത്തനല്ല, ഡിസ്കോ രവീന്ദ്രൻ. ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി. പിന്നെ ആ സോങ്ങിൽ, ഒറിജിനൽ സോങ്ങിൽ വന്നിട്ട് ഞാൻ സ്റ്റേജിന്റെ ഒരു ടേബിളിന്റെ ബാക്കിൽ ഇരിക്കുകയായിരുന്നു. ഇതിലിപ്പോ ഹീറോയിൻ കൂടെ ജോയിൻ ചെയ്തു. ഞാൻ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്തപ്പോ ഇങ്ങനെ കറക്കിയോ പറന്നു പോകുന്നു വിചാരിച്ചു. അവിടെ ദേവി നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മറ്റേ ഇതൊക്കെ ഇല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ആ വേവ്സ് ഒക്കെ നല്ല മാഡം സ്റ്റൈലിഷ് ആയിരുന്നു. എന്താണെന്നറിയോ, വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് കമൽ. അതുപോലെ ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഓൾസോ. ഞാനിപ്പോ വെറും ആസായി മാറിയാണ്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു കാര്യവും എനിക്ക് മൈനസ് പറയാനില്ല. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എന്റെ ബിഗിനിങ് ടൈം ആയിരുന്നു സകലകലാവല്ലവൻ. മലയാളത്തിൽ നിന്നും തമിഴിലോട്ട് പോയിട്ട് 1-2 ഫിലിം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 1-2 ഫിലിംസ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പം നാച്ചുറലി ഒരു പടമെങ്കിലും ഹിറ്റ് ആവാതെ അവർ നമ്മളെ വിളിക്കില്ല. ആ സമയത്ത് വന്ന പടങ്ങളിൽ ഒന്നാണ് സകലകലാവല്ലവനും അന്തേണ ആൾക്കാർ. ഭയങ്കര ഹിറ്റുമായി. ആ സമയത്ത് നിങ്ങളുടെ ഈ ഹാറ്റും ഈ മറ്റേ കല്ല് വെച്ചുള്ള ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, എവിടെ നോക്കിയാലും അത് തന്നെയാ. ഇവരെല്ലാവരും നിൽക്കുമ്പോ രാവിലെ വന്ന് ചോദിച്ചു ആര് ചെയ്യും ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സകലകലാവല്ലവനിൽ ഒരാള് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം സകലകലാവല്ലവൻ ആയതുകൊണ്ടായിരിക്കും. ഇത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓ അങ്ങനെ. ഞാനേലടാ വെള്ളി നക്ഷത്രം. ഇതാണ് എപ്പടി ഇருக்கு നടിപ്പ്. ഭയങ്കര മടുപ്പായിരുന്നു, ഭയങ്കര മടുപ്പ്. നീ കാതലേ. നീ അവിടെ കാലനാന്നാണ് ആ കൊച്ചിന്റെ മോഭാവം കൊണ്ട് മനസ്സിലാക്കി. സത്യം. എൻ കാതൽ മന്ന நம்ம லவ் என்ன அப்பா கிட்ட தெரிஞ்சா என்ன தண்டம் குண்டம் கட்டிடுவே. ஆனா நான் நோக்கி நிக்குமா? இந்த உலக நாயகன் இங்க நிக்கும் போது நான் நோக்கி நிக்குமா? உங்களை அത്ര பெரிய லவ் இருக்கா? லவ் இருக்கு. உன்னை ரொம்ப பிடிச்சிருக்க. பிடிச்சா நீ தள்ளும் மேடிக்கும்.
இந்த இடத்துல எந்த പെർഫോമൻസ് ചെയ്താലും ഇവർ വളർത്ത മാട്ടെ. അതെ അവൻ തന്നെ പറഞ്ഞു ഇത് മാട്ടയാണ്. നിൽക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ പോക മാട്ടെ. உங்க விட மாட்டேன். ഇല്ല വിട മാട്ടെ. അപ്പൊ മൊത്തത്തിൽ മാട്ടയാന്ന് അവര് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ പെർഫോമൻസ് തുടങ്ങിയപ്പോ മുതൽ ഈ ഒരു കൈ നെഞ്ചിലായിരുന്നല്ലോ വെച്ചിരുന്നെ. അതെ തുടങ്ങിയപ്പോഴേ എന്തിനാ വിക്കൽ വന്നത്? വിക്കലല്ല അത് അമൽ സാറിന്റെ ഒരു സ്റ്റൈൽ പിടിച്ചേ. സ്റ്റൈൽ വിക്കലല്ല അയ്യോ. അല്ല ചേട്ടാ ഒന്നുകൂടെ കടിക്കാൻ നോക്കട്ടെ നോക്കട്ടെ. നാം ഉള്ളത് നിജം. അപ്പൊ തുടങ്ങിയില്ലേ നെഞ്ചുവേദന? കാതലി അൻപോട് മാടെ. കടുതമ്മോ അതോ നിന്റെ അമ്മോ എല്ലാമേ ഞങ്ങള് സത്യത്തിലേ ഡയലോഗ് കിട്ടാണ്ട് വിൽക്കാന്ന് വിചാരിച്ചു. അല്ല. ആ കമൽഹാസൻ സാറേതാണോ? ഒരു സെക്കൻഡ് എടാ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഇത് എങ്ങനെ വീട്ടിൽ പോടാ? നിന്റെ നാട്ടിൽ ചെന്ന് എങ്ങനെ നീ ഇറങ്ങും? നീ നിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നീ എങ്ങനെ പോകും? എനിക്ക് അതൊന്നും അറിയണം. അതൊക്കെ ഓക്കെ. സ്വന്തമായിട്ട് ഈ കോട്ടിട്ട് മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന് കണ്ണാടി നോക്കായിരുന്നില്ലേ? ഞാൻ കണ്ണാടി നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം കയ്യിലേക്ക് കേറി. മുതുകാട് മൗനം വിദ്വാനുഭൂഷണം അതാ നല്ലതല്ലേ? പക്ഷെ എങ്കിലും എന്റെ ഫേവറേറ്റ് ഹീറോ ഇവിടെ കാണിച്ചതിന് താങ്ക് യു. അങ്ങനെയല്ലല്ലോ ചേച്ചി, ഫേവറേറ്റ് ഹീറോ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണോ?